ഹലോ, നമസ്കാരം. ഞാൻ അഗ്ലോണിമയെപ്പറ്റി, ഞാൻ വളർത്തിയെടുത്ത രീതിയെപ്പറ്റി, സക്സസ് ആയ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ആണ് ഈ വീഡിയോ ചെയ്യുന്നത്. അത് ഇത്രയും പല സൈസിലുള്ള ചെടികൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും അഗ്ലോണിമ സീഡ്ലിങ്സ് ആണ് വാങ്ങിക്കാറ്. അതായത് ഈ സൈസിലുള്ള, ഇതിൽ ചെറിയ പ്ലാന്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. അത് നമ്മൾ വളർത്തിയെടുത്തിട്ടാണ് ഞാൻ ഈ സൈസിലുള്ള പ്ലാന്റ് ആക്കി എടുക്കുന്നത്. ഈ സൈസിലുള്ള പ്ലാന്റ് നമുക്ക് കിട്ടുമ്പോൾ വലിയ പോട്ടിലേക്ക് നമ്മൾ പ്ലാന്റ് ചെയ്യേണ്ടത് ഇതേപോലെ ചെറിയ പോട്ടിൽ നമ്മൾ പ്ലാന്റ് ചെയ്യണം. പിന്നെ ചിലത് ഈ സീഡ്ലിങ്സ് ഒക്കെ നമുക്ക് കിട്ടുന്നത് നെറ്റ് പോട്ടിലാണ് കിട്ടുക. മിക്ക പ്ലാന്റും നെറ്റ് പോട്ടിലാണ് കിട്ടുന്നത്. അത് പല വീഡിയോയിലും സെയിൽ ചെയ്യുന്നവർ പറയുന്നത് നെറ്റ് പോട്ട് കളയണ്ട, അങ്ങനെ തന്നെ പോട്ട് ചെയ്യാമെന്ന്. പക്ഷേ ഇതിൻ്റെ റൂട്ടൊക്കെ വളർന്ന് വലുതായിട്ട് വരുമ്പോൾ ആ നെറ്റ് പോട്ടിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ റൂട്ട് വരും. നമ്മൾ റീപോട്ട് ചെയ്യണ സമയത്ത് നമുക്കത് ബുദ്ധിമുട്ട് വരും. അപ്പോൾ റൂട്ട് ചിലപ്പോൾ പൊട്ടിപ്പോകും. അതിൽ നല്ലത് ഈ നെറ്റ് പോട്ട് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞ്, റൂട്ടിന് ഡാമേജ് ആവാത്ത തരത്തിൽ നെറ്റ് പോട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ ഈ ചെറിയ പോട്ടിലേക്ക് ഇത് പോട്ട് ചെയ്യാനായിട്ട്. അത് പോട്ട് ചെയ്യുമ്പോൾ ഞാൻ ഇതിനകത്ത് എടുത്തേക്കുന്ന പോട്ടിംഗ് മിക്സ് ചകിരിച്ചോറ്, ഇത് റൈസ് ഹസ്ക്, അതായത് ഉമിയും മണ്ണിര കമ്പോസ്റ്റുമാണ് ഞാനിതിൽ പോട്ട് ചെയ്യാനായിട്ട് എടുത്തേക്കുന്നത്. ആദ്യമൊക്കെ ഞാൻ മണൽ യൂസ് ചെയ്തിരുന്നു. ഈ ഉമി കിട്ടുന്നതിന് മുമ്പ് മണലായിരുന്നു യൂസ് ചെയ്തിരുന്നത്. അത് മണ്ണ് കട്ടയായിട്ട് ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മണൽ യൂസ് ചെയ്യുന്നത്. അത് സക്സസ് ആയിരുന്നു. പക്ഷെ മണൽ കിട്ടാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് ഉമിയാണ് ഇപ്പോൾ കിട്ടാൻ ഒന്നും കൂടി ഈസി. അപ്പോൾ ഉമി മിക്സ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പോട്ടിംഗ് മിക്സ് എപ്പോഴും ലൂസായിട്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ റൂട്ട് നന്നായിട്ട് വളരും, അതിനനുസരിച്ച് പ്ലാന്റ് ഗ്രോത്ത് ആകും. പിന്നെ ചാണകം ഉപയോഗിക്കരുതെന്ന് പല വീഡിയോയിലും കണ്ട. ആദ്യമൊക്കെ ചാണകം യൂസ് ചെയ്തിരുന്നൊന്നും നമ്മൾ കണ്ടിട്ടില്ല, യൂട്യൂബിലെ വീഡിയോസൊന്നും കാണാറില്ലായിരുന്നുകൊണ്ട് ചാണകമൊക്കെ യൂസ് ചെയ്തിരുന്നു. പക്ഷെ ഒത്തിരി പ്ലാന്റ് എൻ്റെ അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൽ നിന്നൊക്കെ മാറി വീഡിയോസൊക്കെ കാണാൻ തുടങ്ങിയപ്പോൾ എനിക്ക് സക്സസ് ആയിട്ടുള്ള ഒരു പോട്ടിംഗ് മിക്സ്, എനിക്ക് നല്ല ഗ്രോത്ത് കിട്ടിയിട്ടുള്ള പോട്ടിംഗ് മിക്സാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാത്തിലും ഞാൻ പോട്ടി. അപ്പോൾ ഈ ചെറിയ പോട്ടിലാണ് നമ്മൾ ആദ്യം പ്ലാന്റ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് ഇതിൽ നിന്ന് നമ്മൾ കുറച്ച് വളർന്നു കഴിയുമ്പോൾ, ഇപ്പോൾ ഇതൊരു 4 ഇഞ്ച് സൈസിലുള്ള പോട്ടാണ്. അതിലേക്കാണ് രണ്ടാമത് ഞാൻ പിന്നെ മാറ്റി നടുന്നത്. അപ്പോൾ ചെയ്യുന്ന കാര്യം, മാറ്റി നടുമ്പോൾ ഇതിൽ നിറച്ച് ഈ പോട്ട് നിറച്ച് ഞാൻ പോട്ടിംഗ് മിക്സ് എടുക്കുന്നില്ല, ഇത്രയും വെച്ചിട്ടാണ്. അതായത് പിന്നെ ഇത് വളർന്നു വരുമ്പോൾ നമ്മൾ ഇതിൽ തന്നെ പിന്നെയും പോട്ടിംഗ് മിക്സ് ആഡ് ചെയ്യുമ്പോൾ ഈ പോട്ടിൽ തന്നെ ഇരുന്ന് കുറച്ചും കൂടി ഗ്രോത്ത് ആവും. ഈ പോട്ടിൻ്റെ സൈസ് കഴിയുമ്പോൾ ഞാനിത് കുറച്ച് വളർന്നു കഴിയുമ്പോൾ പിന്നെ എടുക്കണ പോട്ട് ഏതാണെന്ന് വെച്ചാൽ ഈ സൈസാണ് എടുക്കുക. ഇതെനിക്ക് തോന്നുന്നു 6 ഇഞ്ചാണോ ഏതാ സൈസെന്നറിയില്ല. ഈ സൈസിലെ ആണ് പിന്നെ പോട്ട് ചെയ്യുക. എല്ലാം ഞാൻ ഇത്രയും ഞാൻ പോട്ടിങ് ഈ സൈസ് പോട്ടിലാണ് പിന്നെ ഞാൻ പ്ലാന്റ് ചെയ്യുക. അപ്പോൾ അത് ഇതും ഈ പോട്ടിംഗ് മിക്സ് ഒരു പോട്ടിലും പ്ലാന്റ് ചെയ്യുമ്പോൾ ഞാൻ ഒരു 3/4 ഭാഗമേ പോട്ടിംഗ് മിക്സ് എടുക്കുന്നുള്ളൂ. അത് കഴിഞ്ഞാണ് പിന്നെ പ്ലാന്റ് വളരുന്നതനുസരിച്ച് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഈ പ്ലാന്റ് അതിൽ തന്നെ നിന്ന് മാക്സിമം വളർന്നു കഴിയുമ്പോൾ പിന്നെ അടുത്ത സൈസ് പോട്ടിലേക്ക് പ്ലാന്റ് ചെയ്യും. ഇതൊക്കെ അതിൻ്റെ അടുത്ത സൈസ് വരുന്ന പോട്ടാണ്. അപ്പോൾ കണ്ടോ ഇതിൻ്റെ വളർച്ച കണ്ടോ. ഒന്നിൽ ഞാൻ ഫുള്ളായിട്ട് പോട്ടിംഗ് മിക്സ് ഇടുന്നില്ല. വളരുന്ന അനുസരിച്ച് പിന്നെയും പോട്ടിംഗ് മിക്സ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ പ്ലാന്റിൻ്റെ ഗ്രോത്ത് ആവും. അപ്പോൾ ഈ പ്ലാന്റ് പിന്നെ ഞാൻ ഇതിന് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ വിവരിച്ചു തരുന്നതാണ്.